പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഈ കിടിലൻ ഐറ്റം മെയിൻലി കുട്ടികളെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും മുതിർന്നവർക്ക്, പ്രത്യേകിച്ചും വെജിറ്റബിൾ ഇഷ്ടമുള്ളവർക്കും വെജിറ്റബിൾ ഇഷ്ടമില്ലാത്തവർക്കും ഒക്കെ കഴിക്കാവുന്ന രീതിയിൽ വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ 2-3 പൊട്ടറ്റോ അല്പം ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് പുഴുങ്ങിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ, നമ്മൾ കുട്ടികളെയാണല്ലോ മെയിൻലി ഉദ്ദേശിക്കുന്നത്, അപ്പം അവർക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് നമ്മൾ മാറ്റി വെക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കം, ക്യാരറ്റ്, അല്പം ക്യാബേജ്, 2 മീഡിയം സൈസ് സവാള, 2 പച്ചമുളക്, മല്ലിയില, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം കുട്ടികൾക്ക് എന്താണ് ഇഷ്ടമെന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് അത് വേണം നമ്മൾ എടുക്കാൻ. അല്ലെങ്കിൽ നമുക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇതിന്റെ കൂടത്തിൽ ഞാൻ മറ്റൊരു കാര്യം പറയാം. അതായത് പൊട്ടറ്റോ നമ്മൾ കുക്കറിലിട്ട് പുഴുങ്ങിയെടുക്കണം, വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കണം എന്നില്ല. എയർ ഫ്രയർ ഉള്ളവരാണെങ്കിൽ ഒരു 180 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഒരു 7-8 മിനിറ്റ് വെക്കുമ്പോഴത്തേനും പൊട്ടറ്റോ നന്നായിട്ട് പുഴുങ്ങി കിട്ടും കേട്ടോ. അങ്ങനെയാണെങ്കിലും പുഴുങ്ങിയെടുത്താൽ മതി. പൊട്ടറ്റോയ്ക്ക് അല്പം കാലറി കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിരിക്കുന്ന പച്ചക്കറികളൊക്കെ വളരെ കാലറി കുറഞ്ഞതാണ്. ഷുഗർ ഉള്ളവർക്കും ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഇത് കഴിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കണക്ക് കൂട്ടി വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറികൾ എടുക്കുമ്പോൾ. ഇനി മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് കറിവേപ്പിലയാണെങ്കിലും എടുക്കാം. ഇതില്ലെങ്കിൽ ഇതൊന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. കൈകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ സ്മാഷർ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് അത് പൊടിച്ചെടുക്കണം. ഇനി ഡയബറ്റിക്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ പൊട്ടറ്റോയുടെ അളവ് വളരെ കുറച്ചെടുത്താൽ മതിയായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും വലിയ ജീരകമില്ല പെരുംജീരകം അതും ഇട്ട് പൊട്ടിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ടൊന്ന് വഴറ്റണം. അല്പം ഉപ്പ് ചേർത്ത് ഉള്ളി അല്പം വാടിക്കഴിയുമ്പം നമുക്ക് വേവ് അനുസരിച്ച് പച്ചക്കറികൾ അതിലേക്ക് ആഡ് ചെയ്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി ഇത്തിരി നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാതെ. പച്ചക്കറികൾ അധികം വേവിക്കരുതെന്നാണ് പറയുന്നത്, പകുതി വേവിൽ കഴിക്കണം എന്നാണ്. പക്ഷെ നമ്മളിത് കുട്ടികൾക്ക് വേണ്ടി ആയതുകൊണ്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം അടച്ചു വെച്ചിട്ട് കേട്ടോ. ബീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ബീൻസ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി ഏകദേശം വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ നടുക്കൊരു ഹോൾ ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മതി. പിന്നെ കുട്ടികൾക്കല്ലേ ഒരു അര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ആണെങ്കിലും മതി മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടി. പിന്നെ അല്പം ഉപ്പ്, അല്പം കുരുമുളക് പൊടി. ഇനി വേണമെങ്കിൽ അല്പം നാരങ്ങ നീരൂടി ചേർക്കാം കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ല. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി മസാലയ്ക്ക് ഒന്ന് വേവിച്ച് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി പിടിപ്പിക്കണം. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോയും കൂടി ചേർത്ത് ഇളക്കി മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കത് മാറ്റി വെക്കണം. മല്ലിയില ഇഷ്ടമില്ലെങ്കിൽ കറിവേപ്പിലയോ അല്ലെങ്കിൽ സ്പ്രിംഗ് ഒനിയനോ എന്ത് വേണേലും ചേർക്കാം. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. വേണമെങ്കിൽ അല്പം ഗരം മസാലയുടെ പൊടി കൂടി ചേർക്കാം നമുക്ക്. ഇനി ഇതെല്ലാം ഫില്ല് ചെയ്യാനുള്ള ബേസിന്റെ ബാറ്റർ നമ്മൾ തയ്യാറാക്കി എടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് മൈദയായിരിക്കും ഇഷ്ടപ്പെടുക അതിന്റെ ടേസ്റ്റ്. നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ മൈദ എടുക്കാനേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ആ ടേസ്റ്റ് അങ്ങ് ഇഷ്ടപ്പെടും നന്നായിട്ട്. അപ്പോൾ അത് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കുറേശ്ശെ വേണം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ അതിന്റെ കണക്കിനനുസരിച്ച്. അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ഒറ്റ പ്രാവശ്യം അടിച്ചെടുത്താലും മതി. പക്ഷെ ഞാനിത് പതുക്കെ ഇങ്ങനെ കലക്കിയെടുക്കുകയാണ് ചെയ്ത്. ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഒരു മുട്ട ഓപ്ഷനിലാണ് തികച്ചും. വേണമെങ്കിൽ ഒരു മുട്ടയും ആവശ്യത്തിന് ഉപ്പ് നോക്കി ഉപ്പും കൂടി ആഡ് ചെയ്ത് ഒന്നുകൂടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ബാറ്റർ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ അല്പം കൂടി വെള്ളം ആവാമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ചൂടായ പാനിലേക്ക് അല്പം എണ്ണ പുരട്ടി
നമ്മളൊരു ദോശയുടെ രൂപത്തിൽ വളരെ തിന്നായിട്ട് ദോശ ചുട്ടെടുക്കുവാണ്. അടച്ചു വെച്ച് വേവിക്കണം, എന്നാലേ അതിന്റെ രണ്ടു വശവും വെന്ത് കിട്ടുള്ളൂ. നമ്മൾ തിരിച്ചിടുന്നില്ല, നമ്മൾ ഫ്ലിപ്പ് ചെയ്യുന്നില്ല. ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേനും അതിന്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ്ചർ, വെജിറ്റബിൾ മിക്സ്ചർ നമ്മൾ ചേർത്ത് വെക്കുകയാണ് അതിന്റെ മുകളിലേക്ക്. ഇനി നമുക്ക് വെജിറ്റബിൾ മാത്രമല്ല, ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ മുട്ട ചിക്കി വറുത്തത് അതൊക്കെ നമുക്ക് ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു ടേസ്റ്റ് വേണ്ടിയിട്ട് ഞാൻ അല്പം ചീസ് കൂടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ 4 വശത്തുനിന്ന് നമ്മൾ മടക്കി ഒരു ചതുര രൂപത്തിൽ നമ്മൾ എടുക്കുവാണ്. പപ്സൊക്കെ മടക്കുന്ന പോലെ മടക്കി, എന്നിട്ട് നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കണം 2 വശവും. ഇനി അടുത്തതും അങ്ങനെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ദോശ ചുടുന്നു, അതിലേക്ക് നമ്മൾ നമ്മുടെ മിക്സർ നമ്മൾ വെക്കുന്നു, അല്പം ചീസ് ചേർക്കുന്നു. കുട്ടികൾക്ക് എന്താണ് ഇഷ്ടം, ചീസിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചീസ്, അല്ലെങ്കിൽ ചിക്കനാണ് വേണമെങ്കിൽ ചിക്കൻ, അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇനി സോസൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ അല്പം സോസ് വെച്ചിട്ട് അങ്ങനെയൊക്കെ ആകുമ്പോഴവർ കഴിച്ചോളും, വെജിറ്റബിൾസ് ആണെങ്കിലും. ഞാൻ ഇടയ്ക്ക് കുട്ടികളെന്ന് പറയുന്നുണ്ടെങ്കിലും മുതിർന്നവർക്കും എല്ലാവർക്കും വളരെ ആരോഗ്യകരമായ, വളരെ ഹെൽത്തി ഫുഡാണിത്. ബ്രേക്ക്ഫാസ്റ്റിനോ ഇനി ലഞ്ചിനോ അല്ലെങ്കിൽ ഡിന്നറോ നമുക്ക് ടിഫിനായിട്ട് കൊണ്ടുപോകാൻ ഏറ്റവും നല്ലൊരിതാണ്. അപ്പം കൂട്ടുകാരെ, ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരോടും ഉണ്ടാക്കി നോക്കാൻ പറയണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്കുടെ അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനല് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാം, സന്തോഷത്തോടെ ഇരിക്കാം. അപ്പോൾ ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കേ.